ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ ഒരു 6:15 കഴിഞ്ഞിട്ടുണ്ട്. ശനിയാഴ്ചയാണ്, ഞങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഇന്നത്തെ ദിവസം ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള ദിവസമാണ്. കാരണം ഞങ്ങൾ പുറത്തു പോകുന്ന കാര്യമൊന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കാരണം ഇവിടെ നല്ല തണുപ്പുമാണ്. ചാറ്റൽ മഴ 2-3 ദിവസമായിട്ട് ഒരു ചാറ്റൽ മഴ ഇങ്ങനെ വലിയ മഴയൊന്നുമില്ല, ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചാറിയ പോലെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് എങ്ങനെ ആയിരിക്കും എന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എവിടെയും പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഇറങ്ങുമായിരിക്കും. അപ്പം ഇപ്പോഴാണെങ്കിൽ തണുപ്പും കൂടി വരുവാണ്. അപ്പോൾ ഫുഡിൻ്റെ കാര്യം രാവിലെ ആണെങ്കിൽ ദോശയും സാമ്പാറും. അരി ഉണ്ട റാഗി ദോശയല്ല, അരി ഉഴുന്നരച്ച മാവിരിപ്പുണ്ട്, അത് സാമ്പാർ ഇരിപ്പുണ്ട്. അപ്പം പ്രത്യേകിച്ച് പറയുന്നില്ല, ദോശ മാത്രമേ ചൂടുന്നുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഫുള്ളൊരു എവിടെ അങ്ങനെ പോകുന്ന കാര്യമൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്ക് ഒരു നേരം ഒരു ബ്രേക്ക് വേണം ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ. ഇന്ന് എനിക്കൊരു ഫുൾ ഡേ എനിക്ക് വയ്യ. അപ്പം ഒന്നാമത് വീക്കെൻഡാണ്, ശനിയാഴ്ച. അതുകൊണ്ട് ഒരു നേരം, ഏതെങ്കിലും ഒരു നേരം ഉച്ചയ്ക്കോ രാത്രിയിലോ ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കും. രാവിലെ ഞങ്ങൾ പോകാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പോകാത്ത. ആ സാമ്പാർ എനിക്ക് തീർക്കണം. നല്ല സാമ്പാറായിരുന്നു, ഞാൻ തന്നെ വെച്ചിട്ട് ഞാൻ തന്നെ നല്ല എന്ന് പറയുന്നു. അത് എന്തായിരുന്നു, എനിക്കിന്ന് അത് ഇന്നലെ വെച്ചാ. അപ്പം അത് ഇരിപ്പുണ്ട്. അപ്പം രാവിലെ ദോശ സാമ്പാറും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ അതങ്ങ് തീരും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ വേണ്ട, ഉച്ചയ്ക്കും രാത്രിയിലും ഏതെങ്കിലും ഒരു നേരം പുറത്തുനിന്ന് കഴിക്കാമെന്ന്. അങ്ങനെ ആയിരിക്കും മിക്കവാറും. ചിലപ്പോൾ എൻ്റെ തന്നെ മൂഡ് മാറി ഞാൻ വെക്കുകയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ കഴിഞ്ഞ ഒരു 10 ഡേയ്സായിട്ട്, കഴിഞ്ഞ ഒരു വ്ളോഗിൽ, ശനിയാഴ്ചത്തെ വ്ളോഗിൽ തന്നെ അത് തോന്നുന്നു ഞാൻ പറഞ്ഞത്, 2 ദിവസമായിട്ട് വെജിറ്റേറിയനാണ്. അത് തുടർന്നുകൊണ്ട് കുറച്ച് ദിവസം പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. കഴിഞ്ഞ ഒരു വ്യാഴാഴ്ച അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്ന് വരെ ഞങ്ങൾ ഒരു വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ മുട്ട കഴിക്കും, മീനും ചിക്കനും മേടിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇത്രയും ദിവസം മീനൊക്കെ ഞങ്ങൾ കഴിക്കാതിരിക്കുന്നത്, പ്രത്യേകിച്ച് ശ്രീഹരിയൊക്കെ. അപ്പോൾ അങ്ങനെ അത്രയും ദിവസം ഇന്ന് ഞങ്ങൾ മീൻ വാങ്ങിച്ചിട്ടുണ്ട്. മീൻ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ മീനെല്ലാം ഓർഡർ ചെയ്ത് രാത്രിയായപ്പോഴും നാളെ എനിക്ക് ഒരു ദിവസം ഒരു ഇത് വേണമെന്ന്, ഒരു നേരമെങ്കിലും എനിക്കൊരു ഇത് വേണമെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് അത് മിക്കവാറും നാളെ വയ്ക്കത്തുള്ളായിരിക്കും. അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പം നമുക്കിപ്പം നടക്കാൻ പോവാം. അപ്പം നമ്മൾ പതിവ് പോലെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നല്ല അത്യാവശ്യം തണുപ്പുള്ള ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ ഒക്കെ ഭയങ്കര തണുപ്പ്. തിങ്കളാഴ്ചയായിരുന്നു ഭയങ്കരമായ ഒരു തണുപ്പ് തോന്നിച്ചത്. ഈ പോകുന്ന ദിവസവും അത്യാവശ്യത്തിന് നല്ല തണുപ്പുണ്ട്. പക്ഷെ ഞങ്ങൾ അത്രയ്ക്ക് മൈൻഡ് ചെയ്യാതെ ആ തണുപ്പത്തും നടക്കാൻ പോയതുകൊണ്ട് എനിക്ക് നല്ല അസ്സല പനി പിടിച്ച് ഇപ്പോൾ സൈഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത ആ ഒരു പാർക്കിൽ തന്നെ ഇറങ്ങി. അപ്പം ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോഴത്തേക്കിനും പ്രാവ് ഇങ്ങനെ വരിയായിട്ടിരിക്കുന്നു. അത് ഞാൻ ചുമ്മാ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ നടക്കാനുണ്ട്. പക്ഷെ ഒത്തിരി പേരൊന്നുമില്ല, കാരണം ഈ ഒരു തണുപ്പ് കാരണമാണ്. അവിടെ ചെന്നപ്പോഴത്തേനും സ്ഥിരം ഞങ്ങൾ പോകുന്ന ഗേറ്റ് തുറന്നിട്ടില്ല, അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പം പിന്നെ കറങ്ങി അപ്പുറത്തെ ഗേറ്റിൽ കൂടെ വേണം പോകാൻ വേണ്ടിയിട്ട്. അതെന്തോ ഇന്ന് തുറന്നില്ല. ചിലപ്പം ഈ ഒരു ക്ലൈമറ്റൊക്കെ കൊണ്ട് തുറക്കുന്ന ആൾ വന്നിട്ടുണ്ടാകത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കറങ്ങി അപ്പുറത്തെ ഇതിൻ്റെ വേറൊരു ഗേറ്റുണ്ട്, ആ ഗേറ്റിൻ്റെ അതുവഴി വേണം കയറാൻ വേണ്ടിയിട്ട്. വെളുപ്പാങ്കാലത്ത് തന്നെ ഉടുപ്പിയൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. അതെപ്പോഴും ഞങ്ങൾ 6 മണിക്ക് വന്നാൽ അത് തുറന്നിരിക്കുന്നതാണ്. പിന്നെ റിലയൻസും അതെ,
ഇവിടെയുള്ള പച്ചക്കറി കടകളും റിലയൻസ്, ഞാൻ പച്ചക്കറി മേടിക്കുന്ന KP-നും അവർ 6-6:30 സമയത്തൊക്കെ തുറന്നിരിക്കും. അപ്പോഴേ അവർ തുറക്കും. അല്ല 10 മണിയൊന്നും ആകേണ്ട കാര്യമില്ല. ആ ഒരു സമയം ഒരു 6 മണിക്ക് 7 മണിക്കുള്ളിൽ അവർ ആ കടകളൊക്കെ തുറക്കും. അങ്ങനെ ഞങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് കയറി. അത്യാവശ്യം സ്ഥിരം വരുന്നവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും വലിയൊരു തിരക്കില്ലായിരുന്നു. ഇച്ചിരി ഞങ്ങളിപ്പം ഇപ്പോൾ ഒരു 6:45 കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആക്ച്വലി 6:30 കഴിഞ്ഞു ഇറങ്ങിയപ്പം. കാരണം കുറച്ചുകൂടെ ഒന്ന് തണുപ്പ് ഇതായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയത്. അപ്പം ഒരു 3 റൗണ്ട് കഴിയുമ്പോഴത്തേന് ഞാൻ വന്നിരിക്കും. കാരണം പിന്നെ എനിക്ക് അങ്ങോട്ട് ഞാൻ നടക്കത്തില്ല. 3 റൗണ്ടൊക്കെ ഞാൻ മാക്സിമം നടക്കാറുള്ളൂ. ഞാൻ വന്നവിടെ ഇരിക്കും. ഇന്നാണെങ്കിൽ ഈ അമ്പലവും തുറന്നിട്ടില്ല. ചില ദിവസങ്ങളൊക്കെ ഈ അമ്പലം തുറക്കാറുള്ളൂ. എല്ലാ ദിവസമൊന്നും അങ്ങനെ തുറന്ന് കാണാറില്ല. അവിടെ ദേവിയാണ്. അപ്പം ഞാൻ അതിൻ്റെ മുന്നിലുള്ള ഒരു ഇരിക്കാനൊക്കെ ഇഷ്ടംപോലെ സമയം ചെയർ ഇട്ടിട്ടുണ്ട്. പക്ഷെ കൊതുകൊരു വലിയ പ്രശ്നമാണ്. ചില ദിവസം കാണത്തില്ല. കാരണം അവർ മരുന്നടിക്കുന്ന ദിവസം പിന്നെ കുറച്ച് ദിവസം കാണത്തില്ല. അതല്ലാത്ത ദിവസം നമുക്ക് ഇരിക്കാനേ പറ്റത്തില്ല. പ്രത്യേകിച്ച് വൈകുന്നേരം ഒട്ടും പറ്റത്തില്ല. ഭയങ്കര കൊതുകായിരിക്കും. അങ്ങനെ ഞാനവിടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് ശ്രീഹരി നടന്നിട്ടൊക്കെ വന്ന് ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ ഞാൻ ചായ കുടിച്ചുകൊണ്ട് കുറച്ച് നേരം ഫോണിലൊക്കെ കുത്തി. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും ക്ലീനിങ്ങിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വലിയ രീതിയിലുള്ള കുക്കിംഗ് ഒന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ്. അപ്പം രാവിലെ ദോശ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. സാമ്പാർ ഇരിപ്പുണ്ടല്ലോ. അപ്പം രാവിലെ തന്നെ പതുക്കെ ക്ലീനിങ് പരിപാടിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആദ്യം നമ്മുടെ ഉണക്കാൻ വെച്ചിരിക്കുന്ന പാത്രങ്ങളൊന്നും വൃത്തിയായിട്ട് ഉണങ്ങിയിട്ടില്ല. പിന്നെ ഞാനത് തുണി കൊണ്ട് തുടച്ചങ്ങ് എടുത്ത് വെച്ചു. പിന്നെ വെയിൽ വരുവാണെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ വെയിൽ വരുവാണെങ്കിൽ തുണി ഒന്നിട്ട് ഉണക്കിയിട്ട് കുറച്ച് നേരം ആ വെയിലൊന്ന് കൊളിച്ചിട്ട് അടുത്ത സെറ്റ് നനയ്ക്കാനിടണം. കാരണം ഇനി ഇഷ്ടം പോലെ തുണി നനയ്ക്കാൻ കിടപ്പുണ്ട്. പിന്നെ ശ്രീഹരിക്കൊരു മുട്ട പുഴുങ്ങാനൊക്കെ വെച്ചു. പിന്നെ ഞാൻ ബാക്കി പാത്രങ്ങൾ കുക്കറൊക്കെ ഒന്ന് തുടച്ച് ഞാൻ അകത്ത് കയറ്റി. പിന്നെന്താണ്, അത് കഴിഞ്ഞ് വെയിൽ സ്വല്പം വന്നപ്പോഴത്തേനും ഞാൻ വാഷിംഗ് മെഷീനകത്ത് തുണി ഇടുകയാണ്. അപ്പം കഴിഞ്ഞ ലാസ്റ്റ് തവണ നനച്ചിട്ട് അതിനകം ഒന്ന് ക്ലീൻ ചെയ്തില്ല. ആ വയറിൻ്റെ ഭാഗവും എല്ലാം ആ ചുറ്റും ഇതില്ലേ, ഒരു ബെൽറ്റ് പോലെ അതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യണം ഒരു നന കഴിയുമ്പോഴത്തേനും. അതിനകമൊക്കെ ഇങ്ങനെ ഒരു ടിഷ്യൂ വെച്ച് ഇങ്ങനെ തുടച്ച് എടുക്കണം. പക്ഷെ ഞാനത് ലാസ്റ്റ് ടൈം ചെയ്തപ്പോൾ അത് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ചെയ്തു. എന്നിട്ട് കുറച്ച് തുണി എല്ലാം ഒന്നും ഒരുമിച്ചിട്ടൊന്നും നനയ്ക്കാനൊന്നും പറ്റത്തില്ല, ഉണങ്ങി കിട്ടാത്തത് കൊണ്ട് ഞാൻ നനയ്ക്കാനിട്ടു. പിന്നെ അത് കഴിഞ്ഞ് സാമ്പാർ ചൂടാക്കി ദോശയും ചുട്ടു. ഇന്നത്തെ കുക്കിംഗ് ആക്ച്വലി ഇത്രയൊക്കെ ഉള്ളൂ. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമത് എനിക്ക് ഉണ്ടാക്കാൻ വയ്യ. പിന്നെ ഇന്ന് ഒരു ക്ലീനിങ് ഡേ ആണ് ഞങ്ങളുടെ. ഇത് ഫുഡ് ഓൾറെഡി ഞാൻ കുറച്ച് ചെയ്ത് തുടങ്ങി. അതിനിടയ്ക്ക് വന്ന് ഞാൻ ദോശ ചുട്ടു. അപ്പോൾ ഞങ്ങളിന്ന് ഒരു ക്ലീനിങ് ദിവസമാക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം കുറച്ച് വെയിലൊക്കെ വന്നു. ഞാൻ പറഞ്ഞില്ല, ആ തുണി ഞാൻ കുറച്ചൊന്ന് ആ വെയിൽ തീട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഞാനൊന്ന് അതെല്ലാം മടക്കി അങ്ങ് വെച്ചു. അപ്പം ഞാനുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടിയിലേക്ക് പോയി. ഈ ക്ലീനിങ് പരിപാടി ചെയ്യുമ്പോൾ എനിക്കിതെല്ലാം കൂടെ എടുത്തിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാറില്ല. പൊതുവെ എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ ട്രൈപോഡും ഒക്കെ മാറ്റി വെക്കും. അതുകൊണ്ടാണ് കൂടുതലും അതൊന്നും അങ്ങനെ ഞാൻ കാണിക്കാത്തതിൻ്റെ മെയിൻ കാര്യം. അത് ശരിയായിട്ട് നടക്കത്തുമില്ല. പിന്നെ ഞാൻ ശ്രീഹരിയും കൂടെ ഒരുമിച്ചാണ് ഇതെല്ലാം ക്ലീനിങ് എല്ലാം ചെയ്യുന്നത്. അപ്പം പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉച്ചക്കത്തേക്ക് ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുക. അതുകൊണ്ട് ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കാണിക്കുന്നില്ല. കാണിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നില്ല. ഞാൻ ഇന്ന് എനിക്ക് കുക്ക് ചെയ്യാനൊരു അല്ലെങ്കിൽ എനിക്ക് ഇടയ്ക്ക് എനിക്കങ്ങനെ എന്താ പറയുന്നത്, ചില സമയത്തൊക്കെ നമുക്ക് മടുക്കത്തില്ലേ എപ്പോഴും ഇങ്ങനെ കുക്ക് ചെയ്ത്. കഴിഞ്ഞ ആഴ്ചയൊന്നും ഞങ്ങളങ്ങനെ പുറത്തൊന്നും കഴിച്ചൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് നമ്മൾ പുറത്തു പോയി കഴിച്ചില്ലേ,
ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ ഫിൽറ്റർ കോഫിയിൽ, അവിടെ പോയി അന്ന് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പുറത്തുനിന്നും കഴിച്ചില്ല. പിന്നെ ഇത്രയും ദിവസം വെജിറ്റേറിയൻ ആയിരുന്നു. പക്ഷെ മീൻ ഞാൻ ഇന്നലെ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു മടി പിടിച്ചിട്ട്, പക്ഷെ ഞാനങ്ങനെ മീൻ ഓർഡർ ചെയ്ത് വെച്ചാൽ നാളെ എടുക്കാമല്ലോ, നേരെ ഫ്രീസറിലേക്ക് കയറ്റാൻ മതി. ഒന്നാമത് ഇപ്പം തണുപ്പായതുകൊണ്ട് ഇന്നാണ് ആക്ച്വലി ഇന്ന് ഞങ്ങൾ വിചാരിച്ച് ഇന്നും ഇന്നലത്തെ പോലെ തന്നെ ആയിരിക്കണം. ഒരു 3-4 ദിവസമായിട്ട് ഭയങ്കര തണുപ്പും മൂടലും മഴച്ചാറ്റിലും അങ്ങനെയൊക്കെയാണ്. ഇന്ന് പക്ഷേ ഇന്നിപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ തൊട്ട് ഒരു വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉച്ചകഴിഞ്ഞ് പുറത്ത് പോകുന്നുണ്ട്. അങ്ങനെ ഭയങ്കര മൂടലും മഴയൊക്കെ ആണെങ്കിൽ പോകുന്നില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഞങ്ങളിപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട്. ഞാൻ ഈ 3 ദിവസമായി തുണി ഇവിടെ കിടക്കാന്ന്, അടുത്ത സെറ്റ് തുണി നനയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനെ ഞാനിപ്പം രാവിലെ വെയിൽ വന്നപ്പോൾ ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് എടുത്ത് അകത്ത് ഉണങ്ങി. പക്ഷെ ആ ഒരു തണുപ്പ് ഫീല് കാണും, അതെനിക്ക് ഇഷ്ടമേ അല്ല. അപ്പോൾ അതിനെ ഒന്ന് ഞാൻ വെയിൽ കൊള്ളിപ്പിച്ചെല്ലാം ഒന്ന് ഇതാക്കി ഒന്ന് ചൂട് പിടിപ്പിച്ചിട്ട് ഞാനിപ്പം എടുത്ത് വെക്കുകയാണ്. അടുത്ത സെറ്റ് ഇനി അടുത്ത സെറ്റ് വിരിച്ചിടുമ്പോഴത്തേനും ഈ കാലാവസ്ഥ പോകുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു കാര്യം. പിന്നെന്താണ്, അപ്പം ഉച്ചകഴിഞ്ഞ് എവിടെയെങ്കിലും ഞങ്ങൾ പോകാതിരിക്കത്തില്ല. പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റിങ്ങും പരിപാടി എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തീർത്ത് ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ദിവസമായിരുന്നു. അതും ചെയ്തു. ഇനി എനിക്ക് പതുക്കെ ബാക്കി ഞാൻ രാവിലെ തന്നെ ഇന്ന് ഞങ്ങളുടെ ബെഡ്റൂമിൽ തൊട്ടിങ്ങോട്ട് ക്ലീനിങ് തുടങ്ങിയായിരുന്നു. ബെഡ്റൂമിലെ നമ്മുടെ ടേബിൾ മറ്റേ ഡ്രസ്സിങ് ടേബിളിൻ്റെ ഭാഗമൊക്കെ തൊട്ടിങ്ങനെ തുടങ്ങിയായിരുന്നു. കാരണം ഇന്ന് രാവിലെ ദോശ മാത്രം ചുട്ടാൽ മതിയായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് അങ്ങനെ ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ പിന്നെ അങ്ങ് ഭയങ്കര, ഇവിടെ ആണെങ്കിൽ പെട്ടെന്നാണ് പൊടി പിടിക്കുന്നത്. എനിക്കറിയത്തില്ല ഇവിടെ പൊടി പിടിക്കുന്നത്, ഞാൻ മടുത്ത് ചെയ്തത്. അതായത് ഇതിൻ്റെ ബാൽക്കണി ഇങ്ങനെ റോഡ് സൈഡിലാവട്ടായോണ്ടാണോ എന്നും അറിയത്തില്ല, ഭയങ്കര പൊടിയാണ്, ഭയങ്കര പൊടി. ഞാനിപ്പോൾ ഇന്ന് ഇത് ക്ലീൻ ചെയ്ത 2 ദിവസത്തിനുള്ളിൽ എന്നെക്കാളും കൂടുതൽ ക്ലീൻ ചെയ്യുന്ന ആക്ച്വലി പറഞ്ഞ ശ്രീഹരിയാണ് വീട്. എനിക്കിങ്ങനെ ക്ലീൻ ചെയ്യണമെങ്കിൽ എനിക്ക് അടുക്കളയിൽ നിന്നൊരു ബ്രേക്ക് വേണം, എന്നാലേ എനിക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ശ്രീഹരി പിന്നെ എല്ലാ ആഴ്ചയും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ശനി ഞായറൊക്കെ ചെയ്യും. പക്ഷെ എത്ര ചെയ്താലും ആ പൊടി ഇവിടെ ഇങ്ങനെ വരും, ഭയങ്കര. ഞങ്ങൾ നേരത്തെ താമസിച്ച അപ്പാർട്ട്മെന്റ് ഇത്രയും കുഴപ്പമില്ലായിരുന്നു. കാരണം അത് ശാല ഉള്ളിലോട്ട് മീൻസ് അതിൻ്റെ ബാൽക്കണി ഒന്നും റോഡ് സൈഡിലേക്കല്ലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് ആ റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ടായിരുന്നു. പക്ഷെ അത് ചെറുതായിരുന്നു. ഇതിലും ചെറിയൊരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, ഇതുപോലത്തെ അല്ലായിരുന്നു. അപ്പം അത് പക്ഷെ പൊടിയൊന്നും ഇത്ര പെട്ടെന്ന് കയറത്തില്ലായിരുന്നു. ഇത് ഭയങ്കര പൊടിയാണ് ഇവിടെ, ഭയങ്കര പൊടി. ഈ ചുറ്റിനുള്ളവ എല്ലായിടത്തും ഇതൊക്കെ തന്നെ. ഓപ്പോസിറ്റ് ഒരു വീട്, ഈ വീട്ടിലാണേലും ഫുൾ അവർ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പൊടി. ഇവിടെ ഭയങ്കര പൊടിയാണ്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പം. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഞങ്ങൾ വെജ് വാങ്ങിക്കുന്നുള്ളൂ. നാളെ മീൻ കൂട്ടാം. നാളെ അല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി ഞാൻ വന്നിട്ടുണ്ടെങ്കിലും മൂടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കും. ഇന്ന് കുക്കിങ്ങായിട്ട് ഒന്നും ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ടൈപ്പ് വീഡിയോസിൽ ഞാൻ എന്തെങ്കിലും ഒരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ ഇന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നില്ല. പിന്നെ രാത്രി ഇനിയും പോയിട്ടൊക്കെ വന്നിട്ട് വൈകുന്നേരമൊക്കെ പുറത്തിറങ്ങിയിട്ട് വന്നിട്ട് അറിയത്തില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ വല്ല ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ മെനക്കെടുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു സ്വഭാവത്തിനൊന്നും ഞാൻ ചെയ്യാറില്ല അത്രയും. ഇപ്പോൾ ഒരു സത്യം പോലെ 1-1.5 കൊല്ലമായിട്ട് ഞാൻ അങ്ങനെ കിടന്നങ്ങനെ മെനക്കെടാറില്ല ഒരു കാര്യത്തിന്. എനിക്ക് ആരോഗ്യം ശരിയാണെങ്കിൽ മാത്രമേ ഞാൻ എന്തെങ്കിലും അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത്. കാരണം ഈ ഫുഡ് ഉണ്ടാക്കണം, ഈ പാത്രങ്ങളൊക്കെ കഴുകണം, പിന്നെ അവിടെ എല്ലാം ക്ലീൻ ചെയ്യണം. നമ്മൾ പുറത്ത് പോയിട്ടൊക്കെ വരുമ്പോൾ എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അല്ലെങ്കിൽ ഞാൻ കൂടുതലും നിങ്ങളുടെ എൻ്റെ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മതി, മിക്കവാറും ഞാൻ ഒരു പകുതി കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടായിരിക്കും പോകുന്നത്. പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞ് ഞാൻ അധികം പണിയെടുക്കത്തില്ല. എനിക്കത് ഭയങ്കര ക്ഷീണമല്ല, എനിക്കതിനോട് വലിയ താല്പര്യമില്ല. അത് തന്നെ കാര്യം, മടിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ വേഗം പോയി ഇനിയും തുണിയൊക്കെ വിരിച്ചിട്ട്, പിന്നെ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ല വെജ് എന്തെങ്കിലും ആയിരിക്കും ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് കാണിക്കാം. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് പുറത്ത് പോകുന്ന എവിടെയെങ്കിലും നല്ലൊരിടത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്ന് പോകണം. ഉച്ച കഴിഞ്ഞിന് മഴ പെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു 3-4 ദിവസത്തെ ആ കാലാവസ്ഥ ഒന്ന് മാറി, നല്ല വെളിച്ചമായി. അപ്പോൾ നമുക്ക് നേരെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം.
ഞാനിപ്പം വന്നത് നമ്മൾ ഇപ്പം ഞാൻ അടുത്ത ട്രിപ്പ് കൂടെ നനയ്ക്കാനിട്ട് അപ്പം ഞാൻ വിചാരിച്ചു കിച്ചണിൽ ഉപയോഗിക്കുന്ന ഈ കിച്ചൺ ടവലൊന്ന് നനയ്ക്കാൻ വൃത്തിയാക്കണം. ഡെയിലി ഞാനിപ്പോൾ രാത്രിയിൽ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇത് കഴുകിക്കളയും. പക്ഷെ എന്നാലും ഇതിലൊരു എണ്ണമയവും ഞാനിപ്പം എത്ര ഞാൻ കൈകൊണ്ട് അത് കഴിയാലും വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിയാലും എല്ലാം അതിൻ്റെ ആ ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം, ഒരു എണ്ണമെഴുക്കൊക്കെ എപ്പോഴും കാണുന്ന പോലെ എനിക്ക് തോന്നും. ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയ ഒരു ടിപ്പാണ്. ഇതുപോലെ മാസത്തിൽ ഒരിക്കലൊക്കെ ചെയ്താൽ മതി. ഇതുപോലെ നമ്മൾ കിച്ചണിൽ ഗ്യാസും കൗണ്ടർ ടോപ്പും ഒക്കെ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഈ ടവൽ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച്, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുങ്ങി, നമ്മൾ ഇത് പുഴുങ്ങുക എന്ന് നമ്മൾ നെല്ലൊക്കെ പുഴുങ്ങത്തില്ല, അതുപോലെ ചൂടുവെള്ളത്തിൽ നമ്മുടെ കുറച്ച് ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഇല്ലേ, നമ്മൾ തുണി കഴുകുന്ന ലിക്വിഡും കൂടി ഇട്ട് നല്ലപോലെ പുഴുങ്ങുക സമയമുള്ള ഒരു ദിവസം. ഇപ്പം എനിക്കിപ്പം ഇന്ന് വേറെ കിച്ചൺ പണികളൊന്നുമില്ല. ആക്ച്വലി കിച്ചണൊക്കെ ക്ലീനാണ്. ഈ പറഞ്ഞ ഉച്ചയ്ക്ക് പുറത്തൊന്നും ഫുഡ് കഴിക്കുകയില്ല. നാളെ അല്ലെങ്കിൽ രാത്രിയിലേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു അതങ്ങ് പുഴുങ്ങി ഒരു പാത്രത്തിനകത്ത്, പഴയ ഒരു പാത്രം എടുക്കണം. അത് വേറൊരു കാര്യം, നമ്മളിപ്പം ഡെയിലി ഉപയോഗിക്കുന്ന ഒരു പാത്രം എടുക്കല്, പഴയ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിനകത്ത് വെള്ളം നിറച്ച് കുറച്ച് ഡിഷ് വാഷിംഗ് ലിക്വിഡും പിന്നെ അല്ലെങ്കിൽ ഡിഷ് വാഷിംഗ് ലിക്വിഡോ അല്ലെങ്കിൽ മറ്റേ ഡിറ്റർജൻറ്റ് ലിക്വിഡോ മറ്റേ നമ്മുടെ സോഡാപ്പൊടിയും വിനാഗിരിയും എല്ലാം കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് നല്ലപോലെ തിളപ്പിച്ചിട്ട് അങ്ങ് ഓഫ് ചെയ്തിടുക. ഓഫ് ചെയ്ത് അത് ആറി കഴിയുമ്പോഴത്തേനും നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അടുത്തിൽ കണ്ടമാനം ഈ പൊടിയും ഇങ്ങനെ ഗ്രീസ് പോലുള്ള ഓയിൽ, നമ്മളിങ്ങനെ തുടയ്ക്കുമ്പോൾ സ്റ്റൗട്ടോപ്പൊക്കെ തുടയ്ക്കുമ്പോൾ ആ ഓയിൽ പോലുള്ള കാര്യങ്ങളും അതും എല്ലാം നല്ല ക്ലീൻ ആയി നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പം തന്നെ നമുക്കൊരു കിച്ചൺ ടവൽ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പം നമുക്കിപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണമെന്നല്ല, ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കിച്ചൺ ടവൽ കുറച്ച് നാൾ നമുക്ക് നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എപ്പോഴും മാറേണ്ട കാര്യം വരത്തില്ല. അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ആ പരിപാടി ചെയ്യാം. അപ്പോൾ അധികം നല്ല ഉപയോഗിക്കാത്ത ഒരു പഴയ പാത്രം എടുക്കുക. അതിനകത്തേക്ക് നമ്മുടെ ഈ കിച്ചൺ ടവൽ ഇട്ടിട്ട്, ഞാനിപ്പോൾ വിമ്മാണ് ഒഴിക്കുന്നത്. തുണി കഴുകുന്ന നമ്മുടെ ലിക്വിഡ് ഒഴിച്ചാൽ അല്ലെങ്കിൽ സോപ്പ് പൊടി എന്താണേലും ഇട്ടാൽ മതി. അത് പിന്നെ വിനാഗിരി പിന്നെ സോഡാപ്പൊടി ഇത്ര ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 5-10 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം ഓഫ് ചെയ്ത് അങ്ങ് ഇടുക. എന്നിട്ട് ആറിയതിന് ശേഷം ഇതങ്ങ് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിരിക്കും. അപ്പം ഞാൻ അതെല്ലാം ഓഫ് ചെയ്തിട്ടിട്ട് ഞങ്ങൾ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഉച്ച കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഫുഡ് ഞാൻ പറഞ്ഞില്ല, പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തത്. അതൊന്നും ഞാൻ എടുത്തില്ല. ആക്ച്വലി ഞാനങ്ങ് മറന്നുപോയി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ക്ലീൻ ചെയ്തൊക്കെ വന്നപ്പോഴത്തേനും ഭയങ്കര ക്ഷീണമായിപ്പോയി. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ബാംഗ്ലൂർ ഐലൂഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം കാണാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ഫൺ വേൾഡ്, ബാംഗ്ലൂർ ഫൺ വേൾഡ് സ്നോ സിറ്റിയുടെ കോംപ്ലക്സിനകത്താണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നത്. ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് 5-8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, അടുത്താണ്. അപ്പം ഞങ്ങൾ അവിടെ, പക്ഷേ അടുത്താണെങ്കിലും ആദ്യമായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഫോട്ടോസും റീൽസും ഒക്കെ കണ്ടാണ് ഈ പോകുന്നത്. ഇങ്ങനൊരു സംഭവം, ഇങ്ങനെ ഈ ഐലൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവത്തിന് ഇൻസ്റ്റാഗ്രാം ഫോട്ടോസും റീൽസും ഒക്കെ ഇപ്പോൾ ഒത്തിരി കാണുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് ചുമ്മാ പോയി നോക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ ഞങ്ങളുടെ അവിടെ നിന്ന് അടുത്തുവാണല്ലോ. ഈ സ്നോ സിറ്റിക്കകത്തൊന്നും ഞങ്ങൾ കയറി ഒന്നുമില്ല. ഈ ഫൺ വേൾഡ് ഇതിനകത്ത് ഫുൾ പിള്ളേരായിരുന്നു. സാറ്റർഡേ ആയിട്ട് എനിക്കൊന്ന് 1 ഡേ ട്രിപ്പിനെങ്ങാനും കൊണ്ടുവന്നിരിക്കുന്നതായിരിക്കാം. മൊത്തം പിള്ളേരായിരുന്നു ഇറങ്ങി വരുന്നത്. എല്ലാം അതിനകത്ത് കയറി കളിച്ചിട്ട് ടീച്ചേഴ്സൊക്കെ ആയിട്ട് അവർക്ക് സ്നാക്സ് കൊടുക്കും, എന്തൊക്കെയോ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്ന് കണ്ടുപിടിക്കാൻ, ഈ ഫൺ വേൾഡിനകത്ത് ഈ സംഭവം ഒന്ന് കണ്ടുപിടിക്കാൻ കുറച്ചൊന്ന് ഇതാക്കി. എവിടാന്നൊരു മീൻസ് ഇതിനകത്ത് ഇത് ഇച്ചിരി വലിയൊരു കോമ്പൗണ്ടാണ്. അപ്പം ഇതിനകത്ത് സ്നോ സിറ്റിയുടെ കോംപ്ലക്സിനകത്താണ് സംഭവം. അപ്പം ഇതാണ് ഇത്രയും ആദ്യം കുറേ ഏരിയ ഇങ്ങനെ ഫൺ വേൾഡിൻ്റെ തന്നെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് പ്രായമായ പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് കോളേജിൽ അല്ലെങ്കിൽ +1 +2 ലെവലിൽ പഠിക്കുന്ന പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് കളിക്കാൻ വേണ്ടിയിട്ടാണോ അവരുടെ ട്രിപ്പാണോ എന്താണെന്നറിയത്തില്ല. കുറേ ഗ്രൂപ്പ് ഓഫ് പിള്ളേർ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ ഐലൂഷനും തപ്പി നടക്കുകയാണ് ഇപ്പം. അപ്പം സ്നോ സിറ്റിയുടെ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ സ്നോ സിറ്റിയുടെ കോംപ്ലക്സ്.
അപ്പം ഞങ്ങൾ പോയി ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഒരാൾക്ക് 250 രൂപയാണ്. പക്ഷെ അത് ഇച്ചിരി കത്തിയായിട്ട് തന്നെ തോന്നി. ഞങ്ങൾ അതിനകത്ത് കയറി കഴിഞ്ഞപ്പം ഒരാൾക്ക് 250 രൂപയുടെ കാര്യമൊന്നും ഇല്ലയെന്ന് തോന്നി. പിന്നെ വീക്ക് ഡേയ്സിൽ വേറെ പ്രൈസ് ആട്ടോ, അത് ഞാൻ ഓർക്കുന്നില്ല. വീക്ക് ഡേയ്സിൽ വേറെ പ്രൈസാണ്, വീക്കെൻഡിൽ വേറെ പ്രൈസാണ്. അപ്പോൾ ഇതാണ് സ്നോ സിറ്റി സംഭവം. ഈ സ്നോ സിറ്റിക്കകത്ത് ഒന്നും ഞങ്ങൾ കയറിയിട്ടില്ല. അതെന്തോ അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വലിയൊരു ഗുണം തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ സ്നോ സിറ്റിക്കകത്തൊന്നും കയറാനൊന്നും പോയില്ല. ഞങ്ങൾ നേരെ ഈ ഇലൂഷൻ തപ്പി നടക്കുകയാണ്. അപ്പം ക്രിസ്മസ് ആണല്ലോ, ക്രിസ്മസിൻ്റേതായ കുറേ കാര്യങ്ങളുണ്ട്. ഈ സ്നോ സിറ്റിയിൽ കയറാൻ വേണ്ടി കുറേ പേര് വെയിറ്റിംഗ് ആയിട്ട് നിൽപ്പുണ്ട്. അത്യാവശ്യം സ്നോ സിറ്റി കയറാൻ വേണ്ടിയിട്ട് തിരക്കൊക്കെ ഉണ്ട്. അവിടെ വെയിറ്റിങ്ങും കാര്യങ്ങളും, അതിനകത്താണേലും ഡ്രസ്സ് ഇടുന്ന ഏരിയയിലൊക്കെ ആണേലും ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ റിവ്യൂ ഞങ്ങൾ നോക്കിയത് വലിയൊരു ഗൂഗിളിൽ റിവ്യൂ ഒരു വലിയ നല്ലതായിട്ടല്ല പറയുന്നത്. പിന്നെ ഞങ്ങൾ ഇത് താഴെ സ്നോ സിറ്റി, അതിൻ്റെ മുകളിലാണ് ഈ ഇലൂഷൻ സംഭവം. പിന്നെ അവിടെ തന്നെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ ഈ സ്നോ സിറ്റിയുടെ ആ ഭാഗത്തെ കുറച്ചെങ്കിലും ആൾക്കാരുണ്ട്. മുകളിലൊന്നും വലിയ ആൾക്കാരൊന്നും ഇല്ല. ഈ പറയുന്നതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സംഭവ സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ ഒരു ചേച്ചി നിൽപ്പുണ്ട്. ആ ചേച്ചി നമ്മുടെ ടിക്കറ്റ് നോക്കി വെരിഫൈ ചെയ്തിട്ട് കയറ്റി വിടും. അപ്പോൾ നമ്മൾ അതിനകത്ത് കുറേ ഇതുപോലെ നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽപ്പുണ്ട്, കുറച്ച് ചേച്ചിമാർ നിൽപ്പുണ്ട്. അപ്പോൾ അവർ നമ്മളോട് പറയും എങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന്. ഇപ്പം ഇങ്ങനെ ഏത് പോയിന്റിൽ നിന്ന് ഫോട്ടോ എടുക്കണം, എവിടെ നിന്ന് ഫോട്ടോ ക്ലിക്ക് ചെയ്യണമെന്നൊക്കെ നമ്മൾ കാണിച്ചു തരും. അപ്പം അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പം നമുക്കിങ്ങനൊരു എന്താ പറയുന്നത്, നമ്മളിപ്പം അങ്ങനെ നമ്മുടെ ഐയെ ട്രിക്ക് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ഇമേജസ് കിട്ടും. അത് ചിലതൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നു. പക്ഷേ ചിലതൊന്നും, ഇതൊക്കെ ഇത് അവർ ഞങ്ങൾക്ക് എടുത്തു തന്നാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് കുറച്ച് ഫ്ലോപ്പായിട്ട് തോന്നി. അവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതെങ്ങനെ നിൽക്കണം എന്നുള്ളതിൻ്റെ ഒരു പിക്കും കൂടെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അത് നോക്കി നമ്മൾ പോസ് ചെയ്ത് നിൽക്കണം. പിന്നെ ഒരു പോയിൻ്റിൽ വെച്ച് ഒരു പോയിൻ്റ് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇമേജസിൻ്റെ അവിടെ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോയിൻ്റിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പം അത് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം ഈ കുതിരയുടെ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒറിജിനൽ കുതിരയുടെ പുറത്ത് ഇങ്ങനെ കയറി ഇങ്ങനെ ഓടുന്ന നമ്മുടെ ഐയെ ഒന്ന് ട്രിക്ക് ചെയ്യുന്ന രീതിയിലുള്ള സംഭവം, ഒരു ഇമേജസ് കിട്ടും. അതാണ് സംഭവം. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ ഇത് ഫോട്ടോയും റീലും ഒക്കെ വരുന്ന കാണുമ്പോഴത്തേനും ഭയങ്കര നമുക്കൊരു അട്രാക്ഷൻ തോന്നും. പക്ഷേ അത്രയും ഇതെനിക്ക് ഞങ്ങൾക്ക് നേരിൽ കിട്ടിയില്ല. ഇതൊക്കെ ഈ ഫോണിൻ്റെ ഈ പരിപാടിയൊക്കെ വൻ ഫ്ലോപ്പായിരുന്നു. നമ്മൾ ആ പിക്കിലെ പോലെ നിൽക്കാൻ ശ്രമിച്ചാലും നമുക്കത് കറക്റ്റായില്ല. ചിലതൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. പക്ഷെ ചിലതൊക്കെ ഇങ്ങനെ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ആ പിക്കി കാണുന്ന പോലെ കിട്ടത്തില്ല. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും കൂടെ ഉള്ള ഫോട്ടോസൊക്കെ വന്ന് ഫോട്ടോ എടുത്ത് തരും. ഇത് പക്ഷേ കൊള്ളായിരുന്നു. ഷാറൂഖ് ഖാൻ ഇങ്ങനെ കൈ പിടിച്ചിരിക്കുക. അപ്പോൾ അവിടെ തൊട്ടപ്പുറത്താണെങ്കിൽ ഒരു പിക്ക് വെച്ചിട്ടുണ്ട് എങ്ങനെ നിൽക്കണം എന്നുള്ളത്. അപ്പോൾ ആ രീതി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇമേജ് നമുക്ക് കിട്ടും. അത് ഒരു രസമാണ് കാണാൻ. പക്ഷേ ഇത് ഇൻസ്റ്റഗ്രാമിലാണ് ഇതിൻ്റെ കൂടുതലും ഇത് ഞങ്ങൾ കണ്ടത്. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ കുറച്ചുകൂടെ നല്ലതായിട്ടാണ്, കുറച്ചുകൂടെ മീൻസ് നമുക്കത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും. അത്രയൊന്നും അട്രാക്റ്റീവായിട്ട് ഇതിനകത്ത് ഞങ്ങൾക്ക് നേരിൽ അങ്ങോട്ട് തോന്നിയില്ല. നേരിൽ ഞങ്ങളിത് ഇത് ക്ലിക്ക് ചെയ്തപ്പോഴത്തേനും ഇത് ചുമ്മാ ഞങ്ങളുടെ അടുത്താന്ന് കണ്ടപ്പം ഞങ്ങളുടെ അവിടെ നിന്ന് 5-8 കിലോമീറ്ററേ ഉള്ളൂ ഈ സംഭവം. അടുത്താന്ന് കണ്ടപ്പോഴത്തേനും ചുമ്മാ പോയതാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരാൾക്ക് 250 രൂപ വെച്ച് കൊടുക്കാനുള്ള ഒരു സംഭവമൊന്നും എനിക്ക് തോന്നിയില്ല. ഇങ്ങനൊരു 3 റൂമുണ്ട്. അതിൽ
ആദ്യത്തെ റൂമിൽ ഒരെണ്ണം ഞങ്ങൾ ട്രൈ ചെയ്തില്ല, കാരണം അവിടുന്ന് ആ ഒരു ഫാമിലി ഫോട്ടോ എടുത്തിട്ട് അവരങ്ങോട്ട് മാറിയില്ലായിരുന്നു. അങ്ങനെ അവർക്ക് ഫോട്ടോ എടുത്തിട്ട് ശരിയാത്ത രീതിയിൽ അവരങ്ങ് നിൽക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ റൂമിൽ ഒരിടത്ത് ഞങ്ങൾ ഇനി ഇരുന്ന് ഫോട്ടോ എടുക്കണമായിരുന്നു, അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തില്ല. പിന്നെ ഇത് 3ാമത്തെ റൂമാണ്. ഇവിടെ പല കാര്യങ്ങളും ഫ്ലോപ്പായിട്ട് ഞങ്ങൾക്ക് തോന്നി കൂടുതലും. 2ാമത്തെ റൂമിൽ പിന്നെയും എല്ലാം ഒരുമാതിരി വൃത്തിക്ക് വന്നു. ഇവിടെ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ആ ഒരു എന്താ പറയുന്നത്, ഒരു പെൻ പിടിക്കുന്ന ഒരു സംഭവം വരുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് കുറച്ചൊരു, ഞങ്ങൾ ഏത് രീതിയിൽ നിന്നിട്ടും അതങ്ങോട്ടൊരു പെർഫെക്റ്റ് ആയിട്ടൊരു പിക്ക് പോലെ വന്നില്ല. അങ്ങനെ കുറച്ചൊക്കെ ഫ്ലോപ്പായിട്ട് തോന്നി. പക്ഷെ കുഴപ്പമില്ല, ഒരു രസം, ഒരു പുതിയൊരു എക്സ്പീരിയൻസ്. എന്താ ഇങ്ങനെ ഇത് പെട്ടെന്ന് ഇത് ഞങ്ങൾ ഇങ്ങനെ ഇതിനകത്തൊക്കെ ഇപ്പോൾ കുറേ ഞങ്ങൾക്ക് ഇങ്ങനെ റീൽസ് വരുന്നുണ്ട് ഇതിനെപ്പറ്റി. അപ്പം അങ്ങനെ ഞങ്ങൾ വന്നതാണ്. വേണമെങ്കിൽ ഇത് എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് പോകാം, അല്ലാതെ ഞാൻ പറയുന്ന ചുമ്മാ പോകണ്ട. കാരണം 250 രൂപയ്ക്കുള്ളതൊന്നും ഇല്ല. ഞങ്ങൾക്ക് 2 പേർക്കും വലിയൊരു അത്രയും ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ് വന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ആക്ച്വലി ഞങ്ങൾ തിരിച്ചിങ്ങനെ വീട്ടിൽ പോരുമായിരുന്നു, കാരണം ഞങ്ങൾക്കൊരു ചെറിയ നിരാശയായിപ്പോയി. വലിയൊരു എന്താ പറയുന്നത്, വലിയൊരു ഞങ്ങൾ കണ്ട രീതിയിലുള്ള ഒരു ഫോട്ടോസും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ശരിക്കും ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും. അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും നല്ല നിരാശ തോന്നി. അപ്പോഴും ഈ ഫൺ വേൾഡിൽ ഇഷ്ടം പോലെ പിള്ളേർ കയറാൻ വേണ്ടിയിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സന്ധ്യയൊക്കെ ആകാറായി, ഇരുട്ടി തുടങ്ങി, എന്നിട്ടും അതിനകത്ത് കളിക്കാൻ ഇഷ്ടം പോലെ പിള്ളേർ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അത് നല്ല പൈസ ഉണ്ട് കേട്ടോ, 1500 രൂപയാണെന്ന് തോന്നുന്നു ഒരാൾക്ക്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ, ഒരാൾക്ക് 1500 രൂപയാണ് ആണെന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെയാണ് അതിനകത്ത് കണ്ടത്. അപ്പം ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ പിള്ളേരും കാര്യങ്ങളൊക്കെ അവിടെ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. ഇതിനകം അറിയത്തില്ല, ഏതായാലും ഇതിനകത്തൊന്നും കയറാനൊന്നും പ്രത്യേകിച്ച് തോന്നിയില്ല. അപ്പം ഞാൻ അവിടെ ഈ സംഭവം എന്താ, എൻ്റെ പേരറിയത്തില്ല. പണ്ട് നമ്മൾ വീഗാലാൻഡിലൊക്കെ പോകുമ്പോൾ കയറിയിട്ടുള്ളതല്ലേ, സ്കൂളിൽ നിന്ന് ട്രിപ്പിനൊക്കെ പോകുമ്പം. അപ്പോൾ അവിടെ അത് ഞങ്ങൾക്ക് ചുമ്മാ കണ്ടപ്പം ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവർ ടാറ്റ തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിരാശ ബാധിച്ച് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലുള്ള കൊള്ളത്തില്ല എന്ന് പറയുന്നില്ല, കുഴപ്പമില്ല. ഒരു എന്താ പറയുന്നത്, വലിയൊരു ഇതൊന്നുമില്ല. അതാണ് ശ്രീഹരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയൊരു എന്താ പറയുന്നത്, നമ്മൾ ഫോട്ടോയിലൊന്നും കണ്ട പോലുള്ള ഒരു പെർഫെക്ഷൻ ഒന്നുമില്ല. അതിനകത്ത് കുറച്ച് എണ്ണമൊക്കെ ഇങ്ങനെ പെർഫെക്റ്റായിട്ട് കിട്ടും. അത് അവരെടുത്തിട്ട് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ എടുത്തിട്ട് ഇത് നടത്തുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അതല്ലാതെ വലിയൊരു കാര്യമൊന്നുമില്ല. അങ്ങനെ ഈ സാറ്റർഡേയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഞങ്ങൾ പുറത്തേക്ക് പോയതാണ്. ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ നേരത്തെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇന്ന് പകൽ വെയിലുണ്ടെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ രാത്രിയിലത്തെ കുക്കിങ്ങൊന്നും എടുത്തില്ല, കാരണം അങ്ങനെ വലിയ സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.